മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. കോൾ എടുക്കണ്ടേ? ഫോൺ എടുക്കടാ. സംസാരിക്കാൻ വയ്യടി. നിന്റെ വായന കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരുമാതിരി ശ്മശാന മുഖതല്ലേ ചേച്ചി. സുഖമില്ല. എനിക്ക് തോന്നണതേ നമുക്കൊക്കെ ഡിപ്രഷൻ ആണെന്നാ. ഇതാതൊന്നുമല്ല. ആ പാറുണ്ടായിരുന്നെങ്കി അവളായിട്ട് വഴക്കുണ്ടാക്കിയ സമയങ്ങളായിരുന്നു. അവളിനി മറ്റന്നാളല്ലേ വരുള്ളൂ. ചില ഞായറാഴ്ച ഇങ്ങനെയാടേ ഒന്നും ചെയ്യാൻ തോന്നൂല. ഇങ്ങനെ അങ്ങ് ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കും. ഇങ്ങനെയുള്ള സമയത്താണ് എവിടെയെങ്കിലും ദൂരോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ തോന്നുന്നു. ആരോടും പറയാതെ ഫോണും നോക്കാതെ ഏതെങ്കിലും അറിയാത്ത നാട്ടിൽ പോയി ഇങ്ങനെ അലഞ്ഞിരിച്ച് അങ്ങ് നടക്കണം. ഞാനത് ആലോചിക്കുന്നുണ്ട്. അപ്പൊ തന്റെ കുടുംബോ? അതും ആലോചിക്കുന്നുണ്ട്. കല്ലൂനെ സിദ്ധുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ നാട് മൊത്തം കേശു പറഞ്ഞ പോലെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണം. പക്ഷെ തെണ്ടി തിരിഞ്ഞ് നടക്കണമെങ്കിലേ വണ്ടിക്കൂലിക്കുള്ള കാശ്, ഫുഡിനുള്ള കാശ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനെന്നെ പോയാൽ. അതൊക്കെ ഉണ്ടാക്കിയിട്ടങ്ങ് പോയാ പോരെ. ഉണ്ടാക്കിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞ അതൊക്കെ വലിയ ടാസ്കാ. ഒറ്റ ബുദ്ധി ഒറ്റ മൈൻഡ് തോന്നി കയ്യിൽ ഇറങ്ങി അങ്ങ് പൊക്കോണം. അയ്യോ, എന്താ എല്ലാത്തിനും കോഴി വസന്തം വന്നോ? കോഴി വസന്തം വന്ന ഇങ്ങനെയാണോ അമ്മമ്മ? ഒന്നും சொல்லாத, ரொம்ப கோவப்பட்டுட்டு இருக்காங்க. എന്തമ്മമ്മ? നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു ആ തേങ്ങ ഒന്ന് പൊതിച്ച് വെക്കണമെന്ന്. അയ്യോ, മറന്നുപോയി ഞാൻ. അതെങ്ങനെ ഒറ്റ ഒരെണ്ണത്തിന് ബോധമില്ലേ? മറന്നുപോയി, ക്ഷമി. ഇപ്പൊ പോയി പൊതിച്ചു തരാം. വർഷം കഴിഞ്ഞല്ലോ. ഒരു തേങ്ങ മതിയോ 2 തേങ്ങ വേണോ? ഒരു 3-4 എണ്ണം പൊതിച്ചിട്ട്. ശരി. അമ്മൂമ്മ പൊതിച്ചു തരും. അമ്മൂമ്മ ചെന്നു. നീ എന്തോ പെറ്റി കിടക്കുവാന്നോ? അല്ല അമ്മൂമ്മ. അല്ലമ്മ, നിന്നോട് ഞാൻ ആ പാത്രമൊക്കെ കഴുകി പറക്കി വെക്കാൻ പറഞ്ഞായിരുന്നോ? അയ്യോ, അത് ഞാൻ മറന്നുപോയതാ. അതെങ്ങനെ ഒരു കാര്യം പറഞ്ഞാ കേൾക്കത്തില്ല. പറഞ്ഞല്ലോ മറന്നുപോയതാന്ന്. ഞാൻ കഴുകി വെക്കാം. പാത്രം മാത്രമുള്ള വല്ല തുണി എന്തെങ്കിലും ഉണ്ടോ? അത് പാത്രം കഴിയുമ്പോ ഞാൻ പറയാം. ആയിക്കോട്ടെ, ചെയ്താ പോരെ. അമ്മൂമ്മ, ചേച്ചി പാത്രം കഴുകി വെച്ചോളൂ. അമ്മൂമ്മ ചെന്നു. അല്ല, നീ എന്തോ ഇങ്ങനെ അനന്തശയനം പോലെ കിടക്കുന്നേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ ഇപ്പൊ പഠിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. പഠിക്കാലോ അമ്മൂമ്മ, ഇപ്പൊ തന്നെ പോയി പഠിക്കാം. അല്ല, നിന്നെ ഇതെന്താ ഇങ്ങനെ? എപ്പടി? എങ്ങനെ? അല്ല, സാധാരണ ഞാൻ എന്തെങ്കിലും ഒച്ച വെച്ച് പറയുവാണെങ്കിൽ അതിനെക്കാട്ടി ഒച്ച വെച്ചായിരുന്നല്ലോ എല്ലാരും സംസാരിക്കാറുള്ളത്. അവസാനം ഞാൻ ചമ്മിപ്പോറല്ലേ പതിവ്. ഓ, അമ്മൂമ്മ വഴക്കുണ്ടാക്കാൻ വന്നാണല്ലേ? ഒത്തില്ല അമ്മൂമ്മ, ഇവിടെ ആർക്കും വഴക്കുണ്ടാക്കാനായിട്ട് വയ്യ. ഞാനേ അമ്മൂമ്മ പറഞ്ഞ പോലെ പോയിരുന്നു പഠിക്കട്ടെ. അമ്മ, നീ എന്നെ ഒന്ന് പിച്ചിയേ. സ്വപ്നമല്ല. അല്ല, ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ? തിരിയലേ അമ്മ? അതെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ പിള്ളേർ അതിന് മറുപടി പറഞ്ഞില്ലെങ്കിലേ എനിക്കങ്ങ് ഏതാണ്ട് എന്തോ പോലെ എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വരില്ല. கோவம் வருது அப்படின்னா நீங்க என்ன திட்டிக்கோங்க. നിന്നെ എന്തിനാ ഞാൻ തിട്ടുന്നേ?
நோங்காத்திட்டு எனக்கு ரொம்ப பிடிக்கும். அது பிடிக்கണ്ട. ചേച്ചി ചേച്ചി വായിച്ച് നടക്കേച്ചി തക്കനേങ്ങ് വാ. നമ്മള് ചൂണ്ടയിടുന്നു, മീനെ പിടിക്കുന്നു, അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഡിപ്രഷൻ മൊത്തം മാറും. ഡിപ്രഷൻ അല്ല, നമ്മുടെ ഈ മൂഡ് ഓഫ് ഉണ്ടല്ലോ, അത് മൊത്തം മാറി കിട്ടും. അല്ലെ, ചൂണ്ടിടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. എന്താ ചേച്ചി, തീറ്റ എടുത്തില്ലേ? അതല്ലടാ, ഈ മീനുകൾക്കൊക്കെ കുടുംബം ഉണ്ടാവും. കാണും. അപ്പൊ നമ്മള് മീനെ പിടിക്കുമ്പോ കുടുംബത്തിലുള്ളവർക്കൊക്കെ വിഷമാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ നമ്മൾ പിടിക്കുന്നത് ഒരു അച്ഛൻ മീനാണെന്ന് വെച്ചോ, ആ അച്ഛൻ മീന് ഭാര്യയും കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ അച്ഛൻ മീനെ പിടിച്ചതിന് അവരെങ്ങനെ ജീവിക്കും? സങ്കടാവില്ലേ അവർക്ക്? അല്ലെങ്കിൽ പോട്ടെ, അച്ഛൻ വേണ്ട, ഇപ്പൊ നമ്മൾ പിടിക്കുന്ന ഏതെങ്കിലും കുഞ്ഞു മീനുകളാണെങ്കിൽ അതിന്റെ അച്ഛനും അമ്മ എന്തോരം കിടന്ന് വിഷമിക്കും, എന്തോരം കിടന്ന് തപ്പിയെടുക്കും. ഞാൻ വീട്ടിൽ പോണേണ്. അങ്ങനെ പോയി നമ്മുടെ ഡിപ്രഷൻ പിന്നെ മാറണ്ടേ? പിന്നെ മീനച്ഛനും മീനമ്മ എന്ത് ചെയ്യും? നമുക്ക് പിടിച്ചിട്ട് ഹായ് പറഞ്ഞിട്ട് തിരിച്ചുവിടാം. വീട്ടിലുള്ളവരൊക്കെ തിരക്കുന്നവരുടെ തിരിച്ചിട്ടാ പോരെ, വർഷം കഴിഞ്ഞില്ലേ? അത്രയും ആവശ്യമൊന്നുമില്ല, പിടിച്ചിട്ട് നമുക്ക് തിരിച്ചുവിടാം. ആണോ? അങ്ങനെ പിടിക്കേ? കുഴപ്പമില്ലല്ലേ? എവിടെ ഒരു കുഴപ്പമില്ല. ബാ നീ ബാ ചേച്ചി. കണ്ടോ, മീനിന് പോലും നമ്മളെന്നും വേണ്ട. അതുങ്ങളും വീട്ടിലൊക്കെ കയറി ഒളിച്ചിരിക്കുമായിരിക്കൂടാ. അതുങ്ങൾക്ക് നമ്മളെ പോലെ ഡിപ്രഷൻ ആയിരിക്കും ചേച്ചി. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതേ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല. അത് വന്നവർക്കും അനുഭവിച്ചേക്കുന്നവർക്കും മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ശിവാടേ, നീ എന്ന് ചെന്നൈ പോണേ? ഞാൻ ഉടനെ തന്നെ പോവും. ചേച്ചി എവളും കൂടെ ചെന്നൈ പോയപ്പോഴും നമ്മളെന്തിനും ഇങ്ങനെ ജീവിച്ചാൽ ശരിയാവൂല. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യായിരുന്നു. ജോലി ചെയ്യാനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ ജോലി ചെയ്തങ്ങ് മടുക്കും. വിരലുകൾ കോർത്തു നടന്നൊരു പകലിൽ ഒരു മഴയതൾ മെല്ലെയുടഞ്ഞൊരു മണലിൽ സാഗരമുള്ളാകെ പേറിയ പ്രേമത്തിൽ ഞാനും നീയും അലിഞ്ഞിടവേ. അയ്യോ ചേച്ചി, പാട്ട് കൊള്ളാല്ല. ഏത് പാട്ടാ ചേച്ചി? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ കേക്കാനായിട്ട് ഈ പാട്ട് ഇറങ്ങിയാലല്ലേ കേക്കോളൂ. ഇറങ്ങിയില്ലേ? എടാ, ഞാൻ വെറുതെ ഇടുമ്പോഴത്തേക്ക് രണ്ടുപേരും ഉണ്ടാക്കി പാടിയതാ. ഉണ്ടാക്കി പാടിയതാ? ചേച്ചിയാ? എന്ത് പാടിക്കൂടിയിരിക്കും? പാടിയാലും പ്രശ്നമാണോ? അത് കൊള്ളാല്ലേ ചേച്ചി. ചേച്ചി ഒന്നുകൂടെ പാടിക്കേ. മറന്നുപോയി. അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ വായി തോന്നിയത് എന്തോ പറഞ്ഞു, ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല പാട്ടായിരുന്നു. കൊള്ളായിരുന്നു, ശരിക്കും കൊള്ളായിരുന്നു. പിന്നെ നിക്ക്, ശ്രദ്ധ എത്തിക്കല്ലേ, ആലോചിച്ചെടുക്കട്ടെ. ആലോചിക്കേ. വിരലുകൾ കോർത്തു നടന്നൊരു പകലിൽ ഒരു മഴയതൾ മെല്ലെ ഉടഞ്ഞൊരു മണലിൽ സാഗരമുള്ളാകെ പേറിയ പ്രേമത്തിൽ ഞാനും നീയും അലിഞ്ഞിടവേ. അടിപൊളി ചേച്ചി. ശിവാടേ, നീ കൊളുത്തിയാ? ഇല്ല. പിന്നെ
ഒരു ഐഡിയ കൊടുത്തി. ബോർഡി മാറ്റാൻ പറ്റിയ ഐഡിയ. എന്താ ശിവ എത്തിച്ചേ, നമുക്കൊരു പാട്ടം കമ്പോസ് ചെയ്താലാ? പാട്ട് കമ്പോസ് ചെയ്യും. മനസ്സിലായില്ല. അതായത് ഞാനൊരു പാട്ടങ്ങ് എഴുതണ്, ചേച്ചി അത് ട്യൂണിട്ട് പാടണ്. അതിന് ചേച്ചിക്ക് ടൂണിട്ട് പാടാൻ അറിയൂ? അതെ, പാട്ടിന്റെ സാഗത്തിൽ മുങ്ങി കുളിച്ച് നീരാടിയോളാണ് ഞാൻ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. അപ്പൊ എന്ത് പറയണ് ചേച്ചി? ഞാൻ പാട്ട് എഴുതറണ്, ചേച്ചി ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്ത് നമ്മൾ പാട്ടിറക്കണ്. ഞാൻ ട്യൂൺ ചെയ്യും, ഞാൻ തന്നെ പാടും. അതോ? ഓക്കെ, നമുക്ക് എന്നാ പിന്നെ അത് റീൽ എടുത്തങ്ങ് ഇട്ടാലോ? എന്നാ ഞാൻ അഭിനയിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ബോർഡി മാറി കിട്ടി. ശരിയാട്ടാ, ഇപ്പോഴാണ് മനസ്സിനൊക്കെ ഒരു സന്തോഷം, ഒരു കുളിർമ. അതെ, ഒരു ഉണർവൊക്കെ വന്നത്. പൊളിച്ചാലോ? അപ്പൊ വാ പൊളിക്കാം. കൊത്തി കൊത്തിയാ? മീൻ കൊത്തി. വാ പിടിക്കുക, നമുക്ക് എന്നിട്ട് പൊരിച്ചടിക്കാം. അത്രാണ്. അപ്പൊ മീനിന്റെ കുടുംബം കുടുംബത്തോടൊക്കെ നമുക്ക് നാളെ വന്ന് പിടിച്ച് പൊരിച്ചടിക്കാന്നേ. നീ പിടിക്കടാ. വലിയെന്ന് തോന്നുന്നു. അല്ല, തന്നെ ഒരു വലിയ മരക്കമ്പ് നീ കൊണ്ട് പൊരിച്ചടി. നിഴലായി നീ വന്നു ഈ വഴി വക്കത്ത്. അത് തന്നെയാണ് ഇവിടെ. നിഴലായി നീ വന്നു ഈ വഴി വക്കത്ത്, ഞാൻ വന്ന് നിന്നോട് വരാൻ പറഞ്ഞു. ഞാൻ വന്ന് നിന്നോട് വരാൻ പറഞ്ഞു. ഐ, വരാൻ പറഞ്ഞെന്ന് വേണോ? ഞാൻ വന്ന് നിന്നോട് മാടി വിളിച്ചു. വരാൻ പറഞ്ഞു, മാടി വിളിച്ചു. വരാൻ പറഞ്ഞു, മാടി വിളിച്ചു. ഏത് വേണം? ആയോ, എന്നത് ചൂട് പാൽ. പാൽ ഇത്രയും വലിയ ഗ്ലാസ്സിൽ ചേച്ചി വെള്ളം കേട്ടാ? ചേച്ചി വരാൻ പറഞ്ഞു എന്ന് വേണോ? അതിലെ പറഞ്ഞ ചൂട് പാലാന്ന്. വരാൻ പറഞ്ഞു, മാടി വിളിച്ചു. വരാൻ പറയണോ മാടി വിളിക്കണോ? അടുത്ത വല്ലതുമാണെങ്കിൽ മാടി വിളിക്ക്. ഇനിയിപ്പൊ കേരളത്തിന്റെ വെളിയിലാണെങ്കിൽ ഫോൺ വിളിച്ച് വരാൻ പറ. നീ എന്താ പറഞ്ഞേ? ചേച്ചി വായിച്ച എവിടെ? ഞാൻ വരിയുടെ കാര്യം പറഞ്ഞത്. ഓ അതേന്ന് ഞാൻ വെച്ച് നീ വേറെ എന്തോ പറയുമായിരിക്കും. അല്ല, എന്താ എഴുത്തൊക്കെ എന്തായി? എഴുത്തൊക്കെ അത്ര സുഖമല്ല, എന്നാലും ഓൺ പ്രോഗ്രസ് നടന്നോണ്ടിരിക്കുന്നു. നോയിക്കോട്ടെ, നോക്ക്. അതിനിപ്പോ എന്ത് പറയാ? നിഴലായി നീ വന്നു ഈ വഴി വക്കത്ത്. പിന്നെ നിഴലായി നീ വന്നു ഈ വഴി വക്കത്ത്, ഞാൻ വന്ന് നിന്നോട് വരാൻ പറഞ്ഞതാ. അതാ ഞാൻ ചോദിച്ച, വരാൻ പറഞ്ഞെന്ന് വേണോ അതോ മാടി വിളിച്ചെന്ന് വേണോ? അയ്യേ എടാ, ഇതൊന്ന് പൊട്ട ലിറിക്സാടാ. ഇതിനൊന്നും ട്യൂൺ ചെയ്യാതെ എന്നെ കിട്ടൂലട്ടാ, വേറെ ആളെ നോക്കിയാ മതി. വേറെ എഴുത്. ലച്ചു, എന്തോ? നീ എന്തോ ഈ കാണിച്ചേ? നീ എന്തോ കാണിച്ചെന്ന്? പേപ്പർ ചുരുട്ടി കൂട്ടി എറിഞ്ഞി. അവൻ കഷ്ടപ്പെട്ട് എഴുതി വെച്ചതാണോ ഇത്? അതെ. അതിനടുത്ത് നീ ചുട്ടിക്കൂട്ടി എറിഞ്ഞേ? ആ കഷ്ടപ്പെട്ട് ഇത് കൊള്ളില്ലാത്തത് കൊണ്ടാണ് ചുട്ടിക്കൂട്ടി എറിഞ്ഞത്. അതിനിപ്പോ എന്താ പ്രശ്നം? ഇത് കൊള്ളാമോ കൊള്ളത്തില്ല നീയാണോ തീരുമാനിക്കുന്നേ? അതെ. എടാ, ഞാനത് ചുട്ടിക്കൂട്ടി എറിഞ്ഞാൽ നിനക്കൊല്ല കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? ഞാനപ്പോ ചുട്ടിക്കൂട്ടി എറിയാൻ പോവായിരുന്നു. അത് ശരി, നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് എന്നെ പറയണം. മണ്ടൻ. അമ്മ എന്നാച്ച്? ഒന്നുമില്ല. അതെ, ഞാൻ ഇനി ഇവിടെ നിന്ന് എഴുതിയാൽ ശരിയാവില്ല. ഞാൻ ആ മാവിൻ ചോട്ടി വല്ലം പോയിരുന്ന് എഴുതാൻ പോണ്. അതാകുമ്പോ നല്ല ഫ്രഷ് കാറ്റ് കിട്ടും, അപ്പൊ നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടും, അപ്പൊ നല്ല ഫ്രഷ് വരി കിട്ടും. എഴുതിട്ട് ഓക്കെ, ഈ പാലൊന്നും പിടി. തിളച്ച പാലുണ്ട്, ഒരു ഓടിക്കണമായിരുന്നു, ഓർക്കണമായിരുന്നു. ഇങ്ങോട്ട് അതേ ശരിയാവില്ല. ഞങ്ങളൊന്ന് വഴക്കുണ്ടാക്കി കാണാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടല്ലേ, എന്നാലേ അത് നടക്കൂല. എന്തായി, സെറ്റായാ? സെറ്റായാ? അതൊക്കെ ചോദിക്കണ്ട. കേശുവിന് ഒരു കാര്യം ഏൽപ്പിച്ച അത് സെറ്റ്. അത് കഴിഞ്ഞ് എനിക്ക് അറിഞ്ഞൂടെ? അതാണ് വരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ശിവയുടെ ചേച്ചി അവൾ അപ്പുറത്താരെയോ ഫോൺ ഫോൺ ചെയ്തോണ്ടിരിപ്പുണ്ട്. ആഹാ, എന്താണ്? എന്താ ഇവിടെ പരിപാടി? അമ്മൂമ്മ ഞങ്ങളൊരു പാട്ടുണ്ടാക്കാൻ തീരുമാനിച്ചു.
അതായത് ഞാൻ വരി എഴുതും, എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേച്ചി ആ വരി ട്യൂൺ ചെയ്ത് ചേച്ചി പാടും. എന്നിട്ട് ആ നമ്മൾ എടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടും. സോഷ്യൽ മീഡിയ കത്തിക്കുന്നു. ആണോ? ആ ஆஹா அது சூப்பர்டா, கண்டிப்பா அது ஹிட் ஆகும். அவ குரல்ல எனக்கு ரொம்ப பிடிக்கும். കൊരവള്ളി ഒന്നും പിടിക്കരുത്, പാവമാണ്. ஐயா குரவெளி எல்லாம் இல்ல, குரல் சவுண்ட். സൗണ്ട് അതിപ്പോ ചേച്ചി പാടുന്നത് ഹിറ്റ് ആവുന്നു, അല്ലെ ഹിറ്റ് ആവുന്നു, അത്ര തന്നെ. പക്ഷെ ഇത് ഹിറ്റ് ആവുന്ന എനിക്ക് തോന്നണില്ല. ചേച്ചി ഞാൻ വായിക്കാവേ. ഇതാ പച്ചമുന്തിരി വാറ്റിയ രാത്രി. അങ്ങനല്ല, ഇതാ പച്ചമുന്തിരി വാറ്റിയ രാത്രി, കശുമാവ് പൂത്തൊരു നാളിൽ, കശുമാവ് പൂത്തൊരു നാളിൽ, എന്റെ പടവലം പടികേറി നീ വന്നു, എന്റെ പടവലപ്പടി കേറി നീ വന്നു. ഇരിക്കട്ടെ പടവലം കൂടെ, നമ്മുടെ വീട്ടുകാരുടെ കൊണ്ടം കേറിട്ട് ഹിറ്റ് ആവുമ്പോ. പടവല വള്ളി പോലെ, പടവല വള്ളി പോലെ. டேய் சூப்பர்டா. സൂപ്പർ ആവാതിരിക്കുവാ ആന്റി. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മാത്രമല്ല എന്റെ ട്യൂണിലാണ് എഴുതിയേക്കണത്. ലച്ചു ചേച്ചിയുടെ ട്യൂൺ ഇട്ട് വരുമ്പോ ഇത് കൊണ്ടം കേറില്ലേ. ആ പിന്നെ കൊള്ളിക്കാൻ ഞാൻ അങ്ങ്. എടാ ഇതെന്തുവാണ് എഴുതി വെച്ചേക്കുന്നേ? ആരെങ്കിലും എഴുതി ഇതുപോലത്തെ ലിറിക്സ് ഒക്കെ? ഞാൻ എഴുതിയല്ലോ, അതുകൊണ്ടില്ല ഞാൻ മാത്രമേ എഴുതുള്ളൂ, എന്നെ കൊണ്ടേ പറ്റുള്ളൂ. അത് ശരിയാ, നീ മാത്രമേ എഴുതുള്ളൂ ഇത്രയും മോശപ്പെട്ട ലിറിക്സ് ഒക്കെ. മോശപ്പെട്ടല്ലോ. ആ പിന്നെ അല്ലാണ്ട് ഒരു വകയ്ക്കും കൊള്ളത്തില്ലേ. പക്ഷേ ഇതൊക്കെ ഞാനെങ്ങനെ ട്യൂൺ ചെയ്താണ്ടല്ലോ നാട്ടുകാരൊക്കെ എന്നെ ഏറി കയറ്റും. ചേച്ചി മതി ചേട്ടാ, നിർത്ത്. ആ എന്നെ പറഞ്ഞ ഞാൻ സഹിക്കും, എന്റെ വരികളെ പറയല്ലേ. നിന്റെ വരികളുണ്ടല്ലോ. മോളെ ലച്ചുമോളെ ആ ചെയ്ത് വെറും നീ ഒന്ന് അടങ്ങടാ. എന്തായാലും നമുക്കിത് ചെയ്യാം. അങ്ങനെ വരട്ടെ. ഇതല്ല, ഞാൻ വേറെ ഒരെണ്ണം എഴുതി കമ്പോസ് ചെയ്തുകൊണ്ട് വരാം. നീ ജസ്റ്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തന്നാ മതി. അയ്യടാ അതങ്ങ് കൈ ഇരിക്കത്തേ ഉള്ളു കേട്ടാ. താനെല്ലാം അങ്ങ് ഒഴുങ്ങി എന്നിട്ട് ഞാൻ അവിടെ മൂലക്ക് ഇരിക്കാൻ അല്ലേ. മൂലയ്ക്ക് നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ, സപ്പോർട്ട് ചെയ്യാനല്ലേ പറഞ്ഞോളൂ. സപ്പോർട്ട് വലിയ സപ്പോർട്ട്. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഞാൻ പറഞ്ഞോണ്ട് എന്റെ അടുത്ത് പറയല്ലോ കേട്ടാ. ആ അത്രക്കായി. എന്നാ ഒന്ന് കാണണമല്ലോ. എന്നാ ഒന്ന് കാണണം. കാണിച്ചു തരാം. എന്താ താൻ കാണിച്ചോ. യോ കേസു ലച്ചു സണ്ട പോടാതീങ്കടാ. കനകം നീ ഒന്നും മിണ്ടായിരി. അവര് സണ്ട അല്ല, അവര് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ചേച്ചി എന്താ പറഞ്ഞ സപ്പോർട്ടാ? ചേച്ചിയുടെ സപ്പോർട്ടായിട്ട് നീ മാറുന്നില്ലടാ. ഞാൻ എല്ലാം ചെയ്തോളാം, നീ അവിടെ സൈഡിൽ നിന്ന് കൈ അടിച്ചാൽ മതി എന്നല്ലേ ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം? അതെ, അത് തന്നെയാണ് എന്റെ അർത്ഥം. അതെ ചേച്ചി എന്നെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്താനേ. എന്നെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റൂല. കാരണം ഐഡിയ എന്റെ ചൂണ്ടക്കുളത്തിലാണ് ഒരുങ്ങി. ചൂണ്ടക്കുളത്തിൽ മാത്രം കുരുങ്ങിയിട്ട് കാര്യമില്ലല്ലോ, അത് വലിച്ചു പൊക്കിയെടുക്കാനുള്ള ആവതും കൂടെ വേണം. അത് നിനക്ക് ഇല്ല. എനിക്കില്ല. ഇല്ല. ഇപ്പൊ ചേച്ചിക്കുണ്ട്. ഉണ്ട്. ഓ അപ്പൊ താൻ എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യും. എന്നാ അത് കാണണമല്ലോ. അത് കാണിച്ചു തരാലോ. എന്തോ അത് കാണണം എന്നാ. അതല്ലേ പറഞ്ഞ കാണിച്ചു തരാവുന്ന്. ഓ പിന്നെ താൻ എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യടോ. സമാധാനമായി. എന്താ ഈ വീടേ ഉറങ്ങിക്കിടക്കുമായിരുന്നു, ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഇപ്പൊ ഒന്ന് ഉണർന്നു. ഓ സമാധാനായി. ഉണർന്നല്ലോ, സന്തോഷമായി. പിന്നെ രണ്ടുപേരോടും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ശ്രദ്ധാപൂർവം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഇടയിൽ ലച്ചു കിച്ചു മുച്ചു എന്നും പറഞ്ഞ എന്നെ വിളിച്ചുകൊണ്ട് വരരുത്. മൂവ്. താങ്ക് യു. അങ്ങോട്ടന്നോ? ஷோ அம்மா ரெண்டு பேரும் சண்டை போட்டுட்டாங்கம்மா. ഞാൻ വിചാരിച്ചു പിള്ളേർക്ക് ഏതാണ്ട് അസുഖമായിരിക്കുമെന്ന്. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. இது என்ன லெச்சு சொல்ற மாதிரி சைக்கோ பவானியா? പാട്ട് റെഡി. ഇവിടെ ആരുമില്ലേ? എന്താ കിടന്ന് വിളിക്കണേ? കിടന്ന് വിളിക്കണ എന്തെന്നാ? എടാ നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂലെന്ന് എനിക്ക് നല്ലോണം അറിയാടാ. അതുകൊണ്ട് ഇത് കണ്ട, ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത്, മൊത്തം ഞാൻ തന്നെ ചെയ്ത പാട്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അമ്മുമ്മേ എന്താ കണ്ടാ ഇവരെ കൊണ്ട് പറ്റൂലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ പാട്ട് എഴുതി, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ദേ പാട്ട്. ഹൈ അത് സൂപ്പർ. പറഞ്ഞോണ്ടിരിക്കാതെ പാടങ്ങോട്ട്. അത് തന്നെ, മക്കളൊന്ന് പാടിയ കേക്കട്ടെ. പാടുന്നതിന് മുന്നിക്കൊരു അനിയത്തിയും കൂടി ഉണ്ടായിരുന്നല്ലോ. ശിവ എന്താണ്?
ഇത്ര നേരം ഇവിടെ സംസാരിക്കണ കേൾക്കാൻ വയ്യേ, എന്നിട്ട് അതിന്റെ അകത്ത് തന്നെ ഇരിക്കണോ? ഇതെന്താന്നറിയോ? സിദ്ധുളിയും കത്തയച്ച തേങ്ങ. എന്റെ കൊച്ചെ, ഇത് ഞാൻ എഴുതിയ പാട്ട്. ഇവരെ കൊണ്ട് പറ്റൂലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ കമ്പോസ് ചെയ്ത്, നീ ഞാൻ തന്നെ ഇത് പാടും. അത് പൊളിച്ചു മുത്ത. ആദ്യം പാട്ട് പാടട്ടെ, എന്നിട്ട് നോക്കാം പൊളിച്ചാ ഇല്ല അതാ പൊളിഞ്ഞോന്ന്. എടേ, ഞാൻ ചേച്ചി എടുത്ത എഫേർട്ടിനാണ് അഭിനന്ദിച്ചത്. പിന്നെ പാട്ട് കൊള്ളാൻ പോയില്ലെന്ന് കേട്ടിട്ട് പറയാം. ശിവ, പാട് പാട്. എന്തുവാടേ, സ്വന്തം ചേച്ചിയുടെ അടുത്ത് പോലും ഇത്ര അസൂയേ നിനക്ക്? പാട് നോക്കാം. പാടും. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 പാറമടയില്ലാകെ നിറഞ്ഞു വെള്ളം, അതിൽ മീനാകെ ചാടി കളിച്ചു മെല്ലെ. എന്റെ ചൂണ്ടയിൽ മീനാകെ കുരുങ്ങി മെല്ലെ. എന്റെ ചൂണ്ടയിൽ മീനാകെ കുരുങ്ങി മെല്ലെ. പിടിച്ചിങ് വലിച്ചിങ് എടുക്കാൻ എന്ത് മീന്? എന്തെന്റെ പാടിനെന്ത് കുഴപ്പം? പാറമടയിൽ ഉളുപ്പുണ്ടോടോ ചൂണ്ടാൻ? ഉളുപ്പുണ്ടോ? അനാവശ്യം പറഞ്ഞല്ലോ. ഞാൻ എന്റെ സ്വന്തം കഴിവ് പുറത്തെടുത്ത് എഴുതിയ പാട്ടാണ്. സ്വന്തം കഴിവ് പുറത്തെടുത്തല്ലത്. എവിടെയോ വല്ലാത്തൊരു കേട്ടുപരിചയം പോയ തോന്നുന്നു എനിക്ക്. എനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? എനിക്കൊരു മനസ്സിലായി. അല്ലിയാമ്പൽ കടവിൽ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നീ കേട്ടിട്ടുണ്ടോ? ലച്ചോ, എടോ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോടോ പാട്ട് ചൂണ്ടാൻ? എനിക്ക് തോന്നുന്നു നമ്മള് നേരത്തെ ചൂണ്ടിട്ടോണ്ടിരുന്നപ്പോളേ ഏതോ ചൂണ്ടിയ പാട്ടാണ് പറഞ്ഞത്. ചൂണ്ട പാട്ടൊന്നും അല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പാട്ട് ഇങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് അറിയാതെ വേറെ പാട്ടിന്റെ ട്യൂണിലോട്ടൊക്കെ പോവല്ലോ. ഇത് അതേപോലെ പോയതാ. പക്ഷെ ഇത് ആ ട്യൂണിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയ പാട്ടുകളുണ്ടല്ലോ. പോടാ അങ്ങനെ മാസം വരെ കറക്റ്റ് ആയിരുന്നു. എന്നാലും ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടാണ്. പിന്നെ ഉളുപ്പ്. ഇവിടെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വരെ പാട്ടുകൾ അടിച്ചു മാറ്റുന്നത് പിന്നെയാണോ? അല്ല ചേച്ചി, ചേച്ചി നേരത്തെ പാടിയപ്പോഴത്തേക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നല്ല അടിപൊളി വരിയും അടിപൊളി മ്യൂസിക് ഒക്കെ ആയിരുന്നല്ലോ. എന്തോ ഇങ്ങനെയായി പോയത്? അതാണ് എനിക്കും മനസ്സിലാവാത്ത. പക്ഷെ അത് എനിക്ക് മനസ്സിലായി. ആ ഒരു കോൺഫിഡൻസ് ഉമ്മ കുളിപ്പിച്ച് അവസാനം കൊച്ചിനെല്ലാം ഉണ്ടാക്കി. ആയിരിക്കുമെന്നല്ല. ഇപ്പൊ എന്തായാലും എല്ലാവരുടെയും ബോറടി മാറിയല്ലോ അല്ലേ? അതേപോലെ തന്നെ എഴുതിയ പാട്ട് മൊത്തം പൊളിയുകയും ചെയ്തു. അപ്പൊ പിരിച്ചു വിട്ടേക്കണം എല്ലാണ്ടോ. ഓടും എങ്ങോട്ടേലും. അങ്ങനെ പിരിച്ചുവിടാൻ വരട്ടെ. എന്താടി അത് എന്തായാലും നീയും ചേച്ചി എഴുതി. പിന്നെ ഞാനായിട്ട് എന്തിനാ മാറി നിൽക്കുന്നത്? ഞാനും എഴുതി 4 വരി. ദൈവമേ, നീ അതും സഹിക്കണമല്ലോ. വേണ്ടെങ്കിൽ നീ പോടാ. അതെ, ഞാൻ ആ വരി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാ നല്ലൊരു മ്യൂസിക് ഇട്ടിട്ട് കമ്പോസ് ചെയ്ത് തരും. തരും. മറ്റേ അല്ലിയാമ്പല്ലേ? പോടാ. നേരത്തെ ഇട്ട പോലത്തെ കോപ്പിയായിട്ട് സാധനങ്ങൾ കൊണ്ട് വരരുത് കേട്ടോ. ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ ചൂണ്ടിടാൻ പോയപ്പെട്ട പോലത്തെ സാധനം അത് വേണം. സങ്കടം, വിഷമം, കാത്തിരിപ്പിന്റെ അങ്ങനത്തെ സാധനങ്ങൾ. ആ ഒരു മൂഡ് പിടിച്ചാൽ മതി. ഓക്കെ. ദൈവം നശിപ്പിക്കല്ലേ. ആ കൊച്ചു വലിയ കാര്യത്തിൽ എടുത്തോണ്ട് പറഞ്ഞുണ്ട്. അത് വരി നോക്കട്ടാ, എന്നിട്ടല്ലേ ട്യൂണിന്റെ കാര്യം. ഇടു നീ എഴുതിയതാണോ? ട്യൂൺ ചെയ്യാൻ പറഞ്ഞ ട്യൂൺ ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ അറിയണം. ശ്രമിക്കാം. എവിടെ പോണം? കൊച്ചി നോക്കിയോ? മഴ പെയ്യുമ്പോൾ കുടയുടെ കീഴിൽ നീയുണ്ടായിരുന്നെങ്കിൽ, നിലാവൊഴുകുമ്പോൾ നദിയുടെ കരയിൽ നീയുണ്ടായിരുന്നെങ്കിൽ, മഴ പെയ്യുമ്പോൾ
കുടയുടെ കീഴിൽ നീയുണ്ടായിരുന്നെങ്കിൽ നിലാവൊഴുകുമ്പോൾ നദിയുടെ കരയിൽ നീയുണ്ടായിരുന്നെങ്കിൽ. സൂപ്പർ ലച്ചു, സൂപ്പർ, അസാധ്യം. പാട്ടൊക്കെ പൊളിച്ചേ. ആരെഴുതുന്നേന്ന് പറഞ്ഞേ? ഇല്ല, അവൾ എഴുതിയെന്നല്ലേ പറഞ്ഞത്. സത്യം പറ കൊച്ചേ, നീ എഴുതിയതാണോ? മക്കളുള്ളത് പറയടാ, ഇതാരെഴുതിയത്? ഞാൻ എഴുതിയത്. അതെ, എന്റെ ഉള്ളിലും കലാവാസനയൊക്കെ ഉണ്ട് കേട്ടോ. നിന്റെ ഉള്ളിൽ തേങ്ങയുണ്ട്. അതെ, ഞങ്ങൾക്കറിയാത്ത ഏത് കഴിവാണ് നിന്റെ കയ്യിലുള്ളത്? പറയടി, ആരെഴുതിയത്? ഓക്കെയല്ലേ? അത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടേ, സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പം അവൾ ഈ കവിതയൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണ്. ഞാൻ ചുമ്മാ ചോദിച്ചൊരു 4 വരി എഴുതി തരാമോ എന്ന്. അവൾ എഴുതി തന്നു. ഞാൻ നൈസായിട്ട് ക്രെഡിറ്റ് എടുക്കാന്ന് വെച്ചതാണ്. ഒത്തില്ല. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.